സോ ബോയ്സ് ആൻഡ് ഗേൾസ്, നമ്മുടെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ TVS ജൂപ്പിറ്റർ 110 ഒരു യൂസർ റിവ്യൂ ആണ്. യൂസർ റിവ്യൂ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നെഗറ്റീവും പോസിറ്റീവും മാത്രം പറഞ്ഞുകൊണ്ടുള്ള ഒരു റിവ്യൂ ആണ്. യൂസർ എക്സ്പീരിയൻസ് ആയിട്ട് നിങ്ങൾ കൂട്ടിയാൽ മതി. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ഇനീഷ്യൽ ഇംപ്രഷൻ ആയിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഇത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് പറയുന്നത് ഇതിൻ്റെ പ്ലസ് ആൻഡ് മൈനസ് കാര്യങ്ങളൊക്കെയാണ്. ഇതിൻ്റെ ഒരു യൂസർ റിവ്യൂ. നിങ്ങൾ ആരെങ്കിലും ഈ വണ്ടി എടുക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. അപ്പം ഇതിൻ്റെ പ്ലസ് ആൻഡ് മൈനസ് ആണ് നമുക്ക് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സോ ഗൈസ്, അപ്പം ഇതാണ് നമ്മുടെ TVS ജൂപ്പിറ്റർ 110. ഇതിൻ്റെ എനിക്ക് നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ആദ്യം പറഞ്ഞു കൊടുക്കാം. ഇതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഡിസൈനാണ്. ഡിസൈൻ എന്ന് പറഞ്ഞാൽ അൽക്കുലത്ത് നമ്മൾ ഒത്തിരി ചവര് പോലെ മാറി ഡിസൈനോ അല്ലെങ്കിൽ ക്യാരക്ടർ ലൈനോ ഒന്നും പോകാതെ വളരെ സ്ലീക്ക് ആൻഡ് നീറ്റായിട്ടുള്ളൊരു ഡിസൈൻ പാറ്റേൺ ആണ് സ്കൂട്ടറിൽ വന്നിട്ടുള്ളത്. പ്ലസ് അതിൽ വലിയ എന്താ പറയുക, സ്റ്റിക്കർ വർക്കോ കാര്യങ്ങളൊന്നുമില്ല. വളരെ നീറ്റ് ആൻഡ് അത് പെട്ടെന്നൊക്കെ നോക്കുമ്പോൾ നമുക്ക് എവിടെ നിന്ന് ഒരു EVയുടെ ഒരു ഫീൽ ചെയ്യും. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു പരിപാടിയാണ് സ്കൂട്ടറിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ വളരെ ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ഫ്രണ്ടിലെ മൺകാട് മെറ്റലാണ്. അതുപോലെ തന്നെ സൈഡ് പാൻ ഇതൊക്കെ നമ്മുടെ വന്നിട്ട് ഫൈബർ ആട്ടോ, ഇതെല്ലാം വന്നിട്ട് ഫൈബറാണ്. പക്ഷേ ഇത് സൈഡിലെ മെയിൻ പാനൽ വന്നിട്ട് മെറ്റലാണ്. അങ്ങനെ ഒരു ഗുണം വണ്ടിക്കുണ്ട്. അപ്പോൾ അതിൻ്റേതായൊരു ഫിറ്റ് ആൻഡ് ഫിനിഷും ക്വാളിറ്റിയും സ്കൂട്ടറിനുണ്ട്. അങ്ങനെ ഇളക്കങ്ങളോ കാര്യങ്ങളൊന്നും സ്കൂട്ടറിനില്ല. പിന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ഫീച്ചറാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ DRL വന്നേക്കുന്നത്. നമ്മളെ ചിരിച്ചിരിക്കുന്ന ഒരു DRLാണ് വന്നേക്കുന്നത്. പ്ലസ് അപ്പോൾ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പം ഇൻഡിക്കേറ്റർ കാണില്ല. ഇൻഡിക്കേറ്ററും ഇതേ തന്നെ ഇൻറ്റഗ്രേറ്റ് ചെയ്തേക്കാണ്. ഞാനിപ്പോൾ തന്നെ ഇട്ട് കാണിച്ചു തരാം. ആ ഇൻഡിക്കേറ്റർ ഇടുന്നതിന് മുമ്പ് നമുക്കിതിൽ ഇതാണ് ഇൻഡിക്കേറ്റർ സ്വിച്ച് വരുന്നത്. ഇതിലേക്കൊന്ന് ലോങ് പ്രസ് ചെയ്യുവാണെങ്കിൽ നമുക്കിവിടെ ഹസാർഡ് ലൈറ്റ് വർക്ക് ചെയ്യും. ഹസാർഡ് ലൈറ്റിൻ്റെ ഒരു ഫീച്ചർ സ്കൂട്ടറിന് വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് വണ്ടിയുടെ DRL പ്ലസ് ഇൻഡിക്കേറ്റർ ഒരുമിച്ച് ഇൻറ്റഗ്രേറ്റ് ചെയ്തേക്കാണ്. അപ്പോൾ അതും തെളിയുമ്പോൾ ഉള്ള കാഴ്ച ഇത് തന്നെയാണ്. ഇപ്പം നമ്മുടെ റിയർ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ തന്നെ അതേ സെയിം പാറ്റേൺ ആണ് വന്നേക്കുന്നത്. നമ്മുടെ ബാക്കിലെ ബ്രേക്ക് ലൈറ്റും പ്ലസ് ഇൻഡിക്കേറ്ററും ഒറ്റ സ്ട്രിപ്പിൽ തന്നെ ഇൻറ്റഗ്രേറ്റ് ചെയ്തേക്കുന്നതാണ്. നമ്മൾ ബാക്കിൽ നിന്നൊക്കെ നോക്കുമ്പോൾ നമുക്കൊരു ഇവിടെ ലുക്കൊക്കെ ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ ബാക്കിലെ ഈ ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്യുമ്പോഴത്തേക്ക് അതിങ്ങനെ ഒറ്റ സ്ട്രിപ്പിൽ തന്നെ ആ ബ്രേക്ക് ലൈറ്റ് അങ്ങനെ നിൽക്കും. പിന്നെ അതുപോലെ തന്നെ എടുത്തു വരേണ്ട ഒരു സംഭവമാണ് നമ്മുടെ സ്കൂട്ടറിൻ്റെ ഫ്രണ്ടിലെ ടയറും റിയർ ടയറും. അതായത് ഫ്രണ്ടിലെ ടയർ വന്നിട്ട് 90-12 വന്നേക്കുന്നത്. അതായത് ബാക്കിലെ ടയറും റിയർ ടയറും സെയിം വലിപ്പമാണ് വന്നേക്കുന്നത്. സാധാരണ സ്കൂട്ടറിന് ബാക്കിൽ റിയർ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും കുഞ്ഞു ടയറും ഫ്രണ്ടിൽ വലിയ ടയറുമാണ് വരുന്നത്. ഈ സ്കൂട്ടറിൽ TVSൻ്റെ ഓൾമോസ്റ്റ് എല്ലാ സ്കൂട്ടറും ഇങ്ങനെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഫ്രണ്ടും ബാക്കും സെയിം വലിപ്പത്തിലുള്ള ടയറാണ് വന്നേക്കുന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ വണ്ടിയുടെ ഒരു റൈഡ് ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യും. അത്ര ഒരു കമ്പയർ ടു അതർ സ്കൂട്ടേഴ്സ് എനിക്ക് അങ്ങനെ ഒത്തിരി ചാട്ടം, അതായത് നമ്മൾ ഭയങ്കര എന്താ പറയുക, ഒരു ചാട്ടം കുറവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ സസ്പെൻഷൻ ആണെങ്കിലും കുറച്ചും കൂടെ സ്മൂത്തായിട്ടാണ് എനിക്ക് ഈ സ്കൂട്ടറിൻ്റെ ഫീൽ ചെയ്യുന്നത്. കമ്പയർ ടു അതർ സ്കൂട്ടേഴ്സ് നമ്മുടെ ആക്സിസ് ഫസ്റ്റിനൊക്കെ ഓടിക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ കംഫർട്ടായിട്ടാണ് എനിക്ക് ഈ TVS ജൂപ്പിറ്റർ ഓടിക്കുമ്പോൾ അതിൻ്റെ ഒരു റൈഡ് ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്യുന്നത്. എൻ്റെ സസ്പെൻഷനും ഈ ടയറിൻ്റെ വലിപ്പത്തിൻ്റെ വ്യത്യാസമായിരിക്കണം അങ്ങനെ ഫീൽ ചെയ്യാൻ കാരണം. നമ്മൾ അങ്ങനെ വലിയൊരു ചാട്ടം ഫീൽ ചെയ്യുന്നില്ല. പിന്നെ സ്കൂട്ടറിലെ ഏറ്റവും പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ TVSൻ്റെ ജൂപ്പിറ്റർ 110 ഈ ഫ്യൂൽ ക്യാപ്പാണ്. ഫ്യൂൽ ക്യാപ്പ് വന്നിട്ട് വളരെ കൺവീനിയൻ്റ് ആണ്. സീറ്റിൻ്റെ അടിയിലുമല്ല റിയർ സൈഡിലുമല്ല വന്നിട്ടുള്ളത്. അത് വളരെ എളുപ്പത്തിന് ഇവിടെയാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഈസിയാണ്. ഈസി ടു ഓപ്പൺ, ജസ്റ്റ് സിമ്പിളായിട്ടങ്ങ് തുറന്നാൽ മതി. പിന്നെ ഇത് തുറക്കുമ്പം പെട്രോൾ ഫില്ല് ചെയ്യുമ്പോൾ ആ ഒരു ഇങ്ങോട്ട് തള്ളുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് ഈ ഫ്യൂൽ ക്യാപ്പിൻ്റെ നോസും പോട്ടെ, അതിൻ്റെ പൈപ്പ് കുറച്ച് ചെറുതായിരുന്നു പ്രീവിയസ് ജനറേഷൻ. ഇത് ആ പ്രശ്നം ഫീൽ ചെയ്യുന്നില്ല. നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ തന്നെ അത് ഈസി ആയിട്ട് അങ്ങ് ഒഴുകിപ്പോക്കോളും. ആ എയർ ഫ്ലോയുടെ പ്രശ്നം വരുന്നില്ല എന്നൊരു സംഗതി ഇതിനകത്തുണ്ട്. പിന്നെ ഇവിടെ ഫ്യൂൽ ക്യാപ്പ് വന്നപ്പോൾ ഇവിടുത്തെ സ്റ്റോറേജ് സ്പേസ് പോയി. പക്ഷേ ഇവിടെ വലിയൊരു സ്റ്റോറേജ് സ്പേസ് വന്നിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം ഫോണൊക്കെ ഇടാം. പിന്നെ അതുപോലെ തന്നെ നമുക്കിവിടെ പ്ലസ് പോയിൻ്റായിട്ട് ഇവിടെ ഒരു USB ചാർജിങ് വന്നിട്ടുണ്ട്. ഇത് അത്യാവശ്യം വലിയൊരു സ്റ്റോറേജ് സ്പേസ് ആട്ടോ. നമുക്കൊരു എന്താ പറയുക, ഒരു ഫോൺ വെച്ചാലും അതിനെ തെറിച്ചു പോകാനുള്ള സാധ്യത കുറവാണ്. കാരണം ഇങ്ങോട്ട് അത്യാവശ്യം താഴത്തേക്ക് നല്ലൊരു ഗ്യാപ്പുണ്ട്. അതുകൊണ്ട് അതിനകത്തേക്ക് നല്ല ഫീലായിട്ട് ഇരുന്നോളും. അതുപോലെ തന്നെ ഫ്ലാറ്റ് ബോർഡിന് ഇത്രയും ഗ്യാപ്പുണ്ട്. നമ്മുടെ ഒരു ഫുൾ ഫേസ് ഹെൽമെറ്റ് വെക്കുമ്പോൾ ഞാനൊരു ഏകദേശം ഒരു കണക്ക് പിടികിട്ടാൻ വേണ്ടി അങ്ങ് വെച്ചെന്നുള്ളൂ. ഇത്രയും ഗ്യാപ്പുണ്ട്. നമുക്ക് അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു ഫ്ലാറ്റ് ബോർഡാണ് സ്കൂട്ടർ വന്നിട്ടുള്ളത്. അങ്ങനെ വേറെ വിഷയങ്ങളൊന്നുമില്ല. അതൊക്കെയാണ് എനിക്ക് മെയിനായിട്ട് എടുത്തു വരേണ്ട കുറച്ച് പ്ലസ് പോയിൻറ്റ്സ്. പിന്നെ കൂടാതെ ഇതിൻ്റെ അണ്ടർ സീറ്റ് സ്റ്റോറേജ് നല്ല രീതിയിലാണ്. അപ്പം ഇതിൻ്റെ ഫ്യൂൽ പമ്പ് അത് ഇതിനടിയിലുമല്ല, ഇതിൻ്റെ അടിയിലാണ് ഫ്യൂൽ ഇതിൻ്റെ വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് നല്ല സ്റ്റോറേജ് ഉണ്ട്. 2 ഹാഫ് ഫേസ് ഹെൽമെറ്റ് ഇതിനകത്ത് വെക്കാം. അതിപ്പം മഴയൊക്കെ ഇപ്പോൾ ഇതിവിടെ കിടക്കുന്നതുകൊണ്ടാണ് 2 ഹാഫ് ഫേസ് ഹെൽമെറ്റ് ഇതിനകത്ത് സുഖമായിട്ട് ഈസിലി ആയിട്ട് വെക്കാവുന്ന രീതിയിലുള്ള ഒരു സ്റ്റോറേജ് സ്പേസാണ് സ്കൂട്ടറിന് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 2 ഹാഫ് ഫേസ് പറ്റുള്ളൂ കേട്ടോ. ഒരു ഫുൾ ഫേസും ഒരു ഹാഫ് ഫേസും പറ്റില്ല. 2 ഫുൾ ഫേസും പറ്റില്ല. 2 ഹാഫ് ഫേസസ് ഈസി ആയിട്ട് നമുക്ക്
ക്യാരി ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് ഉള്ള ഒരു സ്കൂട്ടറാണ് TVS ജൂപ്പിറ്റർ 110. അത് വളരെ പ്ലസ് പോയിൻ്റാണ്. അവിടെ ഒരു സ്റ്റോറേജ് സ്പേസ്, ഈ സ്റ്റോറേജ് സ്പേസിൻ്റെ വലിപ്പം വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം സാധനങ്ങൾ വെക്കാം. നമ്മൾ ഇൻ ടേംസ് ഓഫ് ഈ കൺവീനിയൻസിൻ്റെ കാര്യത്തിൽ, ഈ ഈസിനെസ്സിൻ്റെ കാര്യത്തിൽ വളരെ അടിപൊളിയായിട്ടൊരു സ്കൂട്ടറാണ് TVS ജൂപ്പിറ്റർ 110. എനിക്ക് അങ്ങനെ ഒരു ഉപയോഗിച്ചിട്ട് അത്ര നാളാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഈ ഫ്രണ്ടിലെ നമ്പർ പ്ലേറ്റ് ആണ്. കാരണം മിക്ക സ്കൂട്ടറിൻ്റെ ഫ്രണ്ടിലെ നമ്പർ പ്ലേറ്റ് വലുതാണ്, ഇതിൽ വന്നിട്ട് ചെറുതാണ്. അപ്പം ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ പുള്ളി മാറ്റി, അതായത് ഈ വലിയ നമ്പർ പ്ലേറ്റ് മാറ്റി ചെറിയ നമ്പർ പ്ലേറ്റ് പിടിച്ചും പുള്ളിക്ക് ഫൈൻ വന്നു. അതെന്താണെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ചൊന്ന് അന്വേഷിച്ച് നോക്കുക. എന്താണെങ്കിലും ഈ സ്കൂട്ടറിൽ വന്നേക്കുന്ന ഈ ചെറിയ നമ്പർ പ്ലേറ്റ് വളരെ നല്ലൊരു കാര്യമാണ്. മിക്ക സ്കൂട്ടറിൻ്റെയും ഫ്രണ്ടിൽ വലിയ നമ്പർ പ്ലേറ്റ് ആയിരുന്നു. അതൊരു അഭംഗിയായിട്ട് എനിക്ക് തോന്നാറുണ്ട്. പിന്നെ എനിക്ക് ഒരു പ്ലസ് പോയിൻ്റായിട്ട് തോന്നുന്നത് ഇതിൻ്റെ മീറ്റർ കൺസോളാണ്. മീറ്റർ കൺസോൾ ചെയ്യുമ്പോൾ ഇതിനകത്ത് നമുക്കൊരു വലിയൊരു പ്രകാശം നമ്മുടെ മുഖത്തേക്ക് വരുന്നില്ല. ഇതൊക്കെ അത്യാവശ്യം നെഗറ്റീവായിട്ടുള്ള, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ബ്ലാക്കിനായിട്ടുള്ള ഒരു മീറ്റർ കൺസോളാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നുള്ള ഒരു ലൈറ്റ് എമിറ്റിങ് നമ്മുടെ മുഖത്തേക്ക് വളരെ കുറവാണ് രാത്രിയിലേക്ക് ഓടിക്കുമ്പോൾ. ഞാൻ ആക്സസ് ഒക്കെ ഓടിച്ചപ്പം എനിക്ക് ഫീൽ ചെയ്യുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ നിന്നുള്ള ഒരു വെട്ടത്തിൻ്റെ എമിറ്റിങ് നമ്മുടെ മുഖത്തേക്ക് വരുന്നത് ഇച്ചിരി കൂടുതലായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ കണ്ണിലേക്ക് അവിടെ നിന്ന് ഡയറക്റ്റ് വെട്ടം വരുന്ന ഫ്രണ്ടിലേക്കുള്ള ഒരു LED ഓൾറെഡി നമുക്കറിയാം, LED സ്കൂട്ടറിന് LED ഹെഡ്ലൈറ്റിന് കുറച്ച് വെട്ടം കുറവുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു അപാകത നമ്മൾ എപ്പോഴും പറയുന്നതാണ്. അപ്പം അവിടുന്ന് അത്രയും ക്ലോസ് ചെയ്ത് നമ്മുടെ മുഖത്തേക്ക് ഒരു വെട്ടം അടിക്കുമ്പം അതിൻ്റേതായ ഡിഫറൻസും കൂടെ വരുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു പ്രശ്നം ഇതിനകത്ത് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇത് ബ്ലാക്കിനായിട്ടുള്ളൊരു ഡിസ്പ്ലേ ആണ് വന്നിട്ടുള്ളത്. അതുപോലെ അവരെ ആവറേജ് എക്കണോമി, അതായത് ഇപ്പോൾ 6000 കിലോമീറ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിലവിലുള്ള ഫ്യൂവലിൽ ഇപ്പോൾ 60 കിലോമീറ്റർ ഓടും. അങ്ങനത്തെ കുറച്ച് അത്യാവശ്യം നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു മീറ്റർ കൺസോളാണ് സ്കൂട്ടറിന് അവർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് എടുത്തു പറയേണ്ട ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇതിൽ ഓട്ടോമാറ്റിക് ഇൻഡിക്കേറ്റർ കട്ട് ഓഫ് ഉണ്ട്. അതായത് നമ്മൾ ഇൻഡിക്കേറ്റർ ഓൺ ചെയ്ത് നമ്മൾ ടേൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഹാൻഡിൽ നേരെ കുറച്ച് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി ഇൻഡിക്കേറ്റർ കട്ടാകും. നമ്മൾ സ്വിച്ച് ചെയ്യേണ്ട കാര്യമില്ല. പേഴ്സണലി ഞാനൊക്കെ ഈ ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം അത് തിരിച്ചത് ഓഫ് ചെയ്യാനുള്ള കാര്യം മറന്നു പോകും വണ്ടി ടേൺ ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ അങ്ങനെ മറക്കുന്നവർക്ക് വേണ്ടി അങ്ങനെ ഒരു നല്ല ഫീച്ചർ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ഇൻഡിക്കേറ്റർ ടേൺ ഓഫ് ഉണ്ട്. വീതിയുള്ള സീറ്റാണ് സ്കൂട്ടറിന് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസും അത്യാവശ്യമുണ്ട്. കാരണം അങ്ങനെ അടി തട്ടുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. ഇൻ കേസ് എങ്ങനെയും എപ്പോഴേലും അടി തട്ടിയാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞാൽ ഈ സെൻട്രൽ സ്റ്റാൻഡ് മാത്രമേ ഉള്ളൂ. ഇതിൽ കാണുന്ന സെൻട്രൽ സ്റ്റാൻഡ് മാത്രമേ തട്ടാൻ സാധ്യതയുള്ളൂ. അതും തട്ടിയതായിട്ട് നമ്മൾ വണ്ടി ഓടിച്ചപ്പോഴെല്ലാം വളരെ റെയറായിട്ടാണ് അങ്ങനെ ഒരു തട്ടൽ വന്നിട്ടുള്ളത്. അപ്പം സീറ്റ് അതുപോലെ തന്നെ അത്യാവശ്യം നല്ല കുഷനിങ് ഉള്ള സീറ്റാണ്, നല്ല വീതിയുള്ള സീറ്റാണ്. ഇപ്പോൾ രണ്ടുപേർക്ക് സുഖമായിട്ട് ഇരിക്കാം. ഇൻ കേസ് ഇപ്പോൾ നടുക്കൊരു കൊച്ചുണ്ടെങ്കിലും ഫ്രണ്ടിലൊരു കൊച്ചുണ്ടെങ്കിൽ തന്നെ അങ്ങനെ ഒരു ഫാമിലിയെ സംബന്ധിച്ച് ഈസി ആയിട്ട് ഇരിക്കാവുന്ന രീതിയിലുള്ള ഒരു സീറ്റിംഗ് കപ്പാസിറ്റിയും സെറ്റപ്പുമാണ് സ്കൂട്ടറിന് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ സ്കൂട്ടറിൻ്റെ എടുത്ത് പറയേണ്ടത് സ്വിച്ച് ക്വാളിറ്റിയിലും നമുക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സ്വിച്ചാണ് കൊടുത്തുള്ളത്. ഞാൻ റീസെൻ്റായിട്ട് അവെഞ്ചറിൻ്റെ വീഡിയോ, അതിനേക്കാളും നല്ല സ്വിച്ചാണ് ഈ സ്കൂട്ടറിനുള്ളത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിൽ വെക്കും. സോ ഗൈസ്, അപ്പം അതൊക്കെയാണ് സ്കൂട്ടറിൻ്റെ മെയിനായിട്ടുള്ള പോസിറ്റീവ് വശങ്ങൾ. പിന്നെ നെഗറ്റീവ് വശങ്ങൾ പറയുകയാണെങ്കിൽ മെയിനായിട്ട് എൻ്റെ ഓണർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ സർവീസ് വളരെ മോശമെന്നാണ്. സർവീസിൻ്റെ ശേഷം വണ്ടിയുടെ ഐസൊലേറ്റർ കേബിളൊക്കെ ടൈറ്റായി. അതുപോലെ തന്നെ രാവിലെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പം ഏതെങ്കിലും ഒരു എന്താ പറയുക ബ്രേക്കിൽ അപ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ വണ്ടി സ്റ്റാർട്ടാകും. സാധാരണ നമ്മൾ ഈ ഈസിനെസ്സിന് നമ്മുടെ ലെഫ്റ്റ് സൈഡും അതേ ഇഗ്നിഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് സാധാരണ ചെയ്യുന്നത്. ഈ സമയത്ത് ഇത് സർവീസിന് ശേഷം വണ്ടിയുടെ റൈറ്റ് സൈഡിൽ തന്നെ ഇഗ്നിഷൻ കൊടുക്കണം. അതുപോലെ തന്നെ ഐസൊലേറ്ററും പോട്ടെ നമ്മുടെ ബ്രേക്ക് അപ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ വണ്ടി രാവിലെ സ്റ്റാർട്ടാവുള്ളൂ. അങ്ങനെയൊരു സർവീസിൻ്റെ ഭാഗത്തുനിന്നുള്ള കുറച്ച് അപാകതകൾ ഉണ്ടെന്നാണ് എൻ്റെ ഓണർ പറയുന്നത്. പിന്നെ അതുപോലെ ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ വണ്ടിയിൽ ഒരു ഇഗ്നിഷൻ, അതായത് നമ്മുടെയൊക്കെ സ്റ്റാർട്ടിംഗ് ബട്ടൺ മാത്രമേ ഉള്ളൂ, അത് ഇഗ്നിഷൻ ഓൺ സ്വിച്ച് മാത്രമേ ഉള്ളൂ. വണ്ടിക്ക് ഓൺ ഓഫ് ആയിട്ടുള്ളൊരു അങ്ങനെ ഒരു സ്വിച്ച് സ്കൂട്ടറിൽ വന്നിട്ടില്ല. പിന്നെ ഒരു ചെറിയ നെഗറ്റീവായിട്ട് തോന്നുന്നത് പറഞ്ഞാൽ വണ്ടിക്ക് ഇവിടെ ഒരു ഹുക്ക് വരണ്ടായിരുന്നു. ആ ഹുക്ക് സ്കൂട്ടറിന് വന്നിട്ടില്ല. പകരം അവിടെ ഒരു ഹുക്ക് മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പം അങ്ങനെ കുറച്ച് നെഗറ്റീവുകളുണ്ട്. നെഗറ്റീവിൻ്റെ അകത്ത് മെയിനായിട്ട് എൻ്റെ ഓണർ പറഞ്ഞാൽ സർവീസിൻ്റെ മോശമാണ്. അപ്പം മേ ബി പർട്ടിക്കുലർ ഒരു സർവീസ് ഷോറൂമിൻ്റെ പ്രശ്നമായിരിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വണ്ടി എടുത്തിട്ട് എങ്ങനെയുണ്ട് സർവീസും കാര്യങ്ങളൊക്കെ എന്നുള്ളത്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ജൂപ്പിറ്റർ 110ൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസും പറയാൻ കാര്യങ്ങളൊക്കെ. മെയിനായിട്ട് എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ വണ്ടിയുടെ പ്ലസ് പോയിന്റ്, എനിക്ക് മൈനസിനേക്കാളും കൂടുതൽ പോസിറ്റീവാണ് കൂടുതലും എനിക്ക് പറയാനുള്ളത്. എസ്പെഷ്യലി വണ്ടിയുടെ ഫ്യൂൽ ക്യാപ്പ് വളരെ കൺവീനിയൻ്റ് ആണ്, വളരെ ഈസിയാണ്. പിന്നെ സ്റ്റോറേജിൻ്റെ, അതായത് അണ്ടർ സീറ്റ് സ്റ്റോറേജ് ഇഷ്ടം പോലെയുണ്ട്. രണ്ട് ഫുൾ ഫേസ് നമുക്ക് ഹെൽമെറ്റ് വെക്കാം. പിന്നെ നമുക്ക് USB ചാർജിങ്ങിൻ്റെ സപ്പോർട്ട് വന്നിട്ടുണ്ട്. അവിടെ മൊബൈൽ ഹോൾഡ്, അത് അത്യാവശ്യം വലിയൊരു സ്റ്റോറേജ് സ്പേസാണ്. അവിടെ മൊബൈൽ വെച്ചാൽ അങ്ങനെ ചാടി പോകുന്ന സാധ്യത കുറവാണ്. പിന്നെ നിങ്ങൾ സ്കൂട്ടർ എടുക്കുകയാണെങ്കിൽ പരമാവധി ഡിസ്ക് ബ്രേക്കുള്ള ഒരു സ്കൂട്ടർ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. കാരണം ഇത് ഡ്രം ബ്രേക്കിൻ്റെ പ്രശ്നം വെച്ചാൽ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും മഴയൊക്കെ കഴിഞ്ഞാൽ ചിലപ്പം ബ്രേക്ക് കടിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. നിങ്ങൾ എന്തായാലും സ്കൂട്ടർ എടുക്കുകയാണെങ്കിൽ റം ഒഴിവാക്കി ഡിസ്ക് എടുക്കുക. റം അപ്പോൾ കുറച്ച് വില വ്യത്യാസമുണ്ട്.
പിന്നെ എല്ലാ സ്കൂട്ടറും ഉള്ള പോലെ തന്നെ എന്താ പറയുക, നമുക്ക് സൈഡ് സ്റ്റാൻഡിൻ്റെ കട്ട് ഓഫ് വന്നിട്ടുണ്ട് വണ്ടി. പിന്നെ ഈ ഫോർത്ത് ഇൻഡിക്കേറ്റർ അതുപോലെ തന്നെ ഇതെല്ലാം വളരെ പോസിറ്റീവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം വളരെ നല്ല മഴയാണ്. ഞാൻ മഴയത്ത് ആദ്യമായിട്ടാണ് ഒരു റിവ്യൂ എടുക്കുന്നത്. അപ്പം എന്താണെങ്കിലും നമുക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ മേടിച്ച ആൾക്കാർ ഇതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ പറയാൻ പോയ എന്തെങ്കിലും പറയാതെ പോയ എന്തെങ്കിലും പോസിറ്റീവോ നെഗറ്റീവോ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ സ്മാർട്ട് എക്സ് കണക്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഫീച്ചർ ഉണ്ട്. നമ്മുടെ മൊബൈലുമായിട്ട് സ്കൂട്ടർ കണക്ട് ചെയ്യാം, അങ്ങനെ ഒരു പ്ലസ് പോയിൻ്റ് ഉണ്ട്. പിന്നെ ഇതിൽ ടേൺ ബൈ ടേൺ നാവിഗേഷൻ ഉണ്ട്. അതൊന്നും അത്ര നമുക്ക് യൂസ്ഫുൾ ഒന്നും അല്ല. അപ്പം அந்த കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് മനസ്സിൽ വെക്കുക. നിങ്ങൾ മാപ്പ് ഇടുന്നുണ്ടെങ്കിൽ മൊബൈലിൽ തന്നെ വെക്കുന്നതായിരിക്കും നല്ലത്. അതിൽ ജസ്റ്റ് ഒരു ടേൺ ബൈ ടേൺ ആണ് കാണിക്കുള്ളൂ. അത് നമുക്ക് അങ്ങനെ അതേ തന്നെ നോക്കിയിരുന്ന് അങ്ങനെ ഓടിക്കാനും വളരെ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ നമുക്ക് കോൾ വരുമ്പം നമുക്ക് സിംഗിൾ ടാപ്പിൽ നമുക്ക് ഇഗ്നിഷൻ ബട്ടണിൽ നമുക്ക് റണ്ണിങ്ങിൽ കോൾ അറ്റൻഡ് ചെയ്യാനുള്ളൊരു ഫീച്ചറും ഇതിൽ വന്നിട്ടുണ്ട്. അത് നല്ലൊരു കാര്യം. സോ ഗൈസ്, അപ്പം അതൊക്കെയാണ് സ്കൂട്ടറിൻ്റെ നെഗറ്റീവും പോസിറ്റീവും. മെയിനായിട്ട് എടുത്ത് പറയേണ്ട നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സർവീസിന് ഭാഗത്തുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ നമുക്ക് എൻഡോർക്കിലുള്ള ഒരു ഇഗ്നിഷൻ ബട്ടൺ ഇതിൽ കൊടുക്കാൻ അത് കൊടുത്തിട്ടില്ല. പിന്നെ സ്മാർട്ട് എക്സ് കണക്റ്റ് നമുക്ക് അത്ര അത്യാവശ്യമുള്ളൊരു ഫീച്ചറല്ല, നമുക്ക് വേണമെങ്കിൽ എടുത്താൽ അതിപ്പം വില കൂടും. പിന്നെ TFTക്കും വില കൂടും. അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട്. ഡിസ്ക് ബ്രേക്ക് പരമാവധി എടുക്കുക, ഡ്രം ബ്രേക്കിന് കുറച്ച് പോരായ്മകളുണ്ട്. അപ്പം അതൊക്കെയാണ് സ്കൂട്ടറിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ. സോ ഗൈസ്, അപ്പം അതൊക്കെയാണ് നമ്മുടെ സ്കൂട്ടറിൻ്റെ റിവ്യൂ. ഇനിയിപ്പം നിങ്ങളുടെ കയ്യിൽ സ്കൂട്ടർ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളോട് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം പുതിയതായിട്ട് മേടിക്കാൻ നിങ്ങൾക്കത് ഉപകാരപ്പെടും. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം.